പ്രബുദ്ധരെന്നൊക്കെ നമ്മൾ സ്വയം അവകാശപ്പെടുമെങ്കിൽ പോലും വ്യവസായ ആത്മഹത്യകളും കർഷക ആത്മഹത്യകളും ഒക്കെ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. ഇവിടെ തൊഴിലവസരങ്ങൾ കുറയുന്നു. ഇവിടെ നിന്ന് യുവാക്കളാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭാവി, രാജ്യത്തിൻ്റെ ആകെ ഭാവി. പക്ഷേ ഇവിടെ ഭരിക്കുന്ന സർക്കാരിന് യുവാക്കളുടെ ഭാവിയിൽ യാതൊരു താല്പര്യവുമില്ല. നമുക്കറിയാം, CPO റാങ്ക് ഹോൾഡേഴ്സൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ വരെ നടത്തി വന്ന സമരമുറകൾ ഒക്കെ നമുക്കറിയാം, സർക്കാരിൻ്റെ കരൾ അലിയിക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല, ഇവിടെ ഒട്ടും വ്യവസായ സൗഹൃദമല്ല, ആരും പണം മുടക്കാൻ തയ്യാറാകുന്നില്ല. അത്തരത്തിലൊരു ദുർഗതിയിലേക്ക് സംസ്ഥാനം പോകുമ്പോഴാണ് ഇപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഇനി കാര്യം നടക്കും എന്ന് ജനങ്ങളുടെ മനസ്സിൽ തറയ്ക്കുന്ന ഒരു ടാഗ് ലൈനോടുകൂടി പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്. മറ്റ് രണ്ട് മുന്നണികൾക്കും ഇതുവരെ കാട്ടാൻ സാധിച്ചിട്ടില്ലാത്ത എന്തെല്ലാം അത്ഭുതങ്ങൾ ഇനി അങ്ങോട്ട് കാട്ടാൻ സാധിക്കും 5 വർഷം കൊടുത്താൽ എന്നുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് മറ്റ് രണ്ട് മുന്നണികളുടെ കണ്ടസ്റ്റൻസും ഈ പ്രചാരണ രംഗത്തുണ്ട്. പൊതുവിൽ അതിനെ എങ്ങനെ നോക്കിക്കാണാം, നമുക്ക് എങ്ങനെ വിലയിരുത്താം? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇനി കാര്യം നടക്കുമെന്നുള്ള ടാഗ് ലൈനോട് കൂടി തന്നെയാണ് മാർച്ച് 4-ാം തീയതി അദ്ദേഹം വൈകിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഏകദേശം 30-35 ദിവസത്തോളം അധികമായി ഉള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ വളരെയധികം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. വിവിധ മേഖലകളിലെ ആളുകളുമായി സംവാദം, ഒപ്പം തന്നെ ഓരോ മേഖലയിലും ആളുകൾക്ക് പറയാനുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ. പ്രത്യേകിച്ച് ലക്ഷ്മി സൂചിപ്പിച്ച വ്യവസായ സൗഹൃദമല്ലാത്തൊരു സംസ്ഥാനമാണ് നമ്മുടേത്. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ, ഇടത് അനുകൂല സംഘടനകൾ സ്വീകരിക്കുന്ന നടപടികൾ, ഇതൊക്കെ തന്നെ നിർത്തിക്കൊണ്ട് പല വ്യവസായങ്ങളും കേരളം വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് യുവാക്കൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കാണെങ്കിലും ജോലി ആവശ്യങ്ങൾക്കാണെങ്കിലും കേരളത്തിൽ നിന്ന് കുടിയേറി പോകുന്ന ആളുകളുടെ എണ്ണം പ്രതിദിനം വർദ്ധിക്കുകയാണ്. യുക്രൈൻ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെയും ഒക്കെ തന്നെ നമ്മൾ പ്രതിദിനം കാണുന്നതുമാണ്. സ്വാഭാവികമായും അത്തരത്തിൽ ചില ചേക്കേറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുന്നതും. ഒപ്പം ഇടത് വലത് മുന്നണികൾക്ക് വെല്ലുവിളിയായി ചില ആശയങ്ങളും അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ കേരളത്തിൽ മത്സരിച്ച അല്ലെങ്കിൽ തലസ്ഥാന ജില്ലയിൽ ഇത്രയധികം തവണ മത്സരിച്ച് വിജയിച്ച 3-ലധികം തവണയായി അല്ലെങ്കിൽ 3 തവണയായി തുടർച്ചയായി സിറ്റിംഗ് MP ആയിട്ടുള്ള ശശി തരൂർ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള വഴികളിലൂടെയാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഒരു വിഷൻ ഡോക്യുമെന്റ്. അദ്ദേഹം വന്ന അന്നു മുതൽ പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആ വിഷൻ ഡോക്യുമെന്റ് ഞാൻ പുറത്തിറക്കും എന്നുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ആ വിഷൻ ഡോക്യുമെന്റ് ഔദ്യോഗികമായി രാജീവ് ചന്ദ്രശേഖർ പുറത്തിറക്കിയത്. 7 നിയോജക മണ്ഡലങ്ങൾ, നെയ്യാറ്റിൻകര, പാറശാല, കോവളം ഉൾപ്പെടെയുള്ള 7 നിയോജക മണ്ഡലങ്ങളിൽ എന്തെല്ലാം നടപ്പിലാക്കാം, എന്തെല്ലാം ആശങ്കകൾ ഇനി അവിടെ ഉണ്ട്, ഏതൊക്കെ മേഖലകളിലാണ് ഇവിടെ വികസനം വരേണ്ടത്, പ്രത്യേകിച്ച് വലിയതുറ, പെരുമാതുറ ഉൾപ്പെടെയുള്ള മേഖലകൾ, തീരദേശ മേഖലകൾ കൂടുതലായുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കൂടെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്നുള്ളത്. സ്വാഭാവികമായും തീരദേശ ജനത പ്രതിദിനം ഓരോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. ആ ബുദ്ധിമുട്ടുകൾ അവിടെ എത്തി, ഓരോ ദിവസങ്ങളിൽ അവിടെ എത്തി അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി തീരദേശ ജനതയ്ക്ക് വേണ്ടി തന്നെയായി ആ വിഷൻ ഡോക്യുമെന്റിന്റെ ആ ഒരു ആദ്യ ഭാഗം മാറ്റിവെക്കാനുള്ള ക്ഷമ രാജീവ് ചന്ദ്രശേഖർ കാട്ടുകയും ചെയ്തിട്ടുണ്ട്. വലിയതുറയിലെ ഒരുപക്ഷെ തിരുവനന്തപുരത്തിന്റെ ലാൻഡ്മാർക്ക് എന്ന് പറയുന്ന വലിയതുറ കടൽപ്പാലം അത് നാശത്തിന്റെ വക്കിലേക്ക് എത്തിയിട്ട് നാളുകളായി. അത് പുനർനിർമ്മിക്കുമെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ, തുറമുഖ മന്ത്രിയും ഒക്കെ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാത്തൊരു സാഹചര്യം. അതിലടക്കം കൃത്യമായ നടപടികൾ താൻ വിജയിച്ചാൽ ഉടൻ ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം തീരദേശ ജനതയ്ക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്. നരേന്ദ്രമോദി സർക്കാരിന്റെ അടുത്ത സർക്കാർ അധികാരത്തിലേറി 3-ാം നാൾ ഈ വലിയതുറ കടൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നുള്ളതാണ് വലിയതുറ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വാഗ്ദാനം. അത് വാഗ്ദാനം മാത്രമല്ല, അതിന് വേണ്ടിയിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളും അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, പൊഴിയൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളടക്കം കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായപ്പോഴടക്കം തീരദേശ ജനത വലിയ രീതിയിൽ ബുദ്ധിമുട്ടി. നിരവധി വീടുകൾ നശിച്ചു, വീടുകൾക്കുള്ളിൽ വെള്ളം കയറുന്ന സാഹചര്യം, മത്സ്യബന്ധനത്തിന് കൃത്യമായി പോകാൻ കഴിയാത്തൊരു സാഹചര്യം. ഇതൊക്കെ പരിഹരിക്കാൻ പുലിമുട്ടുകൾ നിർമ്മിക്കുമെന്നുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ വാഗ്ദാനം അത് തീരദേശ ജനത ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ ഒരു 5 BJP പ്രവർത്തകർ പോലും ഇല്ലാത്ത തീരദേശ മേഖലകളിൽ ഇപ്പോൾ 50-100 കണക്കിന്
പ്രവർത്തകരാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവരൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാകുന്നു. വിഷൻ ഡോക്യുമെന്റ് ഔദ്യോഗികമായി പുറത്തിറക്കുന്ന ദിവസം മത്സ്യത്തൊഴിലാളികളാണ് കടലിൽ നിന്ന് അത് കൊണ്ടുവരികയും അത് കടപ്പുറത്ത് സ്വീകരിച്ചത് രാജീവ് ചന്ദ്രശേഖറാണ്. അതിനുശേഷമാണ് അത് ഔദ്യോഗികമായി പുറത്തിറക്കുകയും അത് നടപ്പിലാക്കുമെന്നുള്ള ഉറപ്പ് തീരദേശ ജനത ഉൾപ്പെടെയുള്ള തലസ്ഥാനത്തെ വോട്ടർമാർക്ക് അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ടൂറിസം മേഖലയിലെ വികസനം ഒരുപാട് തൊഴിലവസരങ്ങൾ നൽകുന്ന മേഖലകൾ കൂടിയാണ്. ആ മേഖലയിൽ സമഗ്ര വികസനം ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആരോഗ്യ മേഖലയ്ക്ക് സമഗ്രമായിട്ടുള്ള വികസനം ഉറപ്പുവരുത്തും. നെയ്യാറ്റിൻകരയിൽ ഒരു ടെക്നോ പാർക്ക് കൊണ്ടുവരും. കാരണം യുവാക്കളാണ് തന്റെ പ്രതീക്ഷ എന്നുള്ളത് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ടെക്നോക്രാറ്റ് ആയതുകൊണ്ട് തന്നെ ടെക്നിക്കൽ മേഖലയിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് അദ്ദേഹം ആദ്യം തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ തന്നെ ചിന്തിച്ചു തുടങ്ങിയതാണ്. അതിന്റെ ഒരു അവസാനം എന്നോണമാണ് നെയ്യാറ്റിൻകര മേഖലയിലേക്ക് ഒരു ടെക്നോളജി ഡെവലപ്മെന്റ് ഏരിയ അല്ലെങ്കിൽ ടെക്നോ പാർക്ക് തന്നെ ഒരു മിനി ടെക്നോ പാർക്ക് അവിടേക്ക് കൊണ്ടുവരാൻ പോകുന്നു. അതിനുള്ള നടപടികൾ ആരംഭിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു. അത്തരത്തിൽ വികസനം എല്ലാ മേഖലയിലും സമഗ്ര വികസനം കൊണ്ടുവരിക, അതിലൂടെ രാജ്യത്തിന്റെ സമഗ്ര വികസനം ഉറപ്പാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതിന് തന്നെയാണ് അദ്ദേഹം തിരുവനന്തപുരം തെരഞ്ഞെടുക്കുകയും മത്സര രംഗത്തേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളതെന്ന് അദ്ദേഹം 100 തവണ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തമ്മിത്തല്ലി വികസനം ഇല്ലാതാക്കുക തന്റെ ലക്ഷ്യമല്ല. മറ്റ് ആരോപണങ്ങൾക്ക് ചെവിക്കൊള്ളാൻ തനിക്ക് സമയമില്ല. വികസനം മാത്രമാണ് തന്റെ ടാഗ് ലൈൻ എന്ന് ആദ്യം മുതൽ പറഞ്ഞൊരു വ്യക്തി രാജീവ് ചന്ദ്രശേഖറാണ്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന 2 സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 15 വർഷങ്ങൾ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം അത് പല മേഖലകളിലും ശശി തരൂരിന് നേരെ ഉയരുന്നുണ്ട്. പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട്. കാരണം സാധാരണ പ്രവർത്തകരെ പരിഗണിക്കാത്ത, സ്വന്തം ഫ്ളാറ്റിൽ പോലും കയറ്റാത്ത ഒരു നേതാവാണ് ശശി തരൂർ എന്നുള്ള വിമർശനം അത് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പ്രവർത്തകർക്കിടയിലുണ്ട്, പാർട്ടി വിട്ട മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. ഇതൊക്കെ തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളിയാണ്. 2009 അദ്ദേഹം ആദ്യമായിട്ട് ഇവിടേക്ക് എത്തുമ്പോൾ 2019 അദ്ദേഹം ആദ്യമായി ഇവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹം ആദ്യം സൂചിപ്പിച്ച ചില കാര്യങ്ങൾ എന്നുള്ളത് ബാഴ്സലോണ നഗരം എന്നുള്ളതാണ്. ഒരു ബാഴ്സലോണയുടെ അതേ രീതിയിലുള്ള ഒരു ഇരട്ട നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുമെന്നുള്ള ചിന്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹം ആദ്യ തെരഞ്ഞെടുപ്പിന് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ എത്തുമ്പോൾ നടത്തിയിരുന്നു. പക്ഷേ അതിന്റെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാത്തത് വലിയ രീതിയിലുള്ള തിരിച്ചടി ശശി തരൂരിന് ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമില്ല. CPM-നെ സംബന്ധിച്ചും CPI-യെ സംബന്ധിച്ച് LDF മുന്നണിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോഴാണ് ഒരു CPI സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. സ്വാഭാവികമായും സീനിയർ നേതാക്കന്മാരെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വി ജോയി എന്നുള്ള അവരുടെ ജില്ലാ സെക്രട്ടറിക്ക് വേണ്ടി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണ്. കരുത്തരായ നേതാവ് കൂടിയാണ് പന്ന്യൻ രവീന്ദ്രൻ. പക്ഷെ അദ്ദേഹത്തിന് പിന്തുണ അറിയിക്കാനോ പ്രചാരണത്തിനൊപ്പം ചേരാനോ മുതിർന്ന നേതാക്കന്മാർ എത്താത്തതും ഒപ്പം തന്നെ മുതിർന്ന പ്രവർത്തകരില്ലാത്തതും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയുമുണ്ട്. മുഖ്യമന്ത്രിക്ക് ഒരു വെല്ലുവിളിയാകുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്.